അഖില ലോകം വാങ്ങും സർവശക്തനമോ അഖില ലോകം വാങ്ങും സർവശക്തനമോ മംഗളം ഗുരുക്കളായവർക്കു മംഗളം മംഗളം ഗുരുക്കളായവർക്കു മംഗളം ഭീകളവീരും നിനർമ്മ തിരിതളിച്ചോട്ടോ ഭീകളവീരും നിനർമ്മ തിരിതളിച്ചോട്ടോ പാടിടുന്നേ ഞങ്ങൾ തന്നെളിയ മംഗളം. ഞാനിപ്പോ നിൽക്കുന്നത് വേദി 6-ന് മുൻപാണ്. അല്പസമയം മുമ്പ് വേദിയിൽ മത്സരം കാഴ്ചവെച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴാണ് അറിയുന്നത് തങ്ങൾക്ക് അല്പനിമിഷം മുൻപ് മേക്കപ്പ് ചെയ്ത ആ അധ്യാപകൻ ഇപ്പോഴില്ലെന്നും. മേക്കപ്പ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെയ്തത്. അതിനുശേഷം വിദ്യാർത്ഥികളോട് ഈ കാര്യം അറിയിച്ചിരുന്നില്ല. മത്സരം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് വിദ്യാർത്ഥികളെ ഈ ഒരു കാര്യം അറിയിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മേക്കപ്പ് അധ്യാപകൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഗോപി എന്ന സാറാണ് അവതരിച്ചിരിക്കുന്നത്. എന്തായിരുന്നു സംഭവം? ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരുന്നോ? ചെയ്ത് കഴിഞ്ഞിരുന്നോ? അതെ അതെ, അത് ഹൈസ്കൂൾ ടീമിന്റെ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ കളിക്കേണ്ടത്. അപ്പൊ ഒരു 7:30 മേക്കപ്പ് ആരംഭിച്ചു. ഞങ്ങൾ 6 മണിക്ക് കൂടെ എത്തി. ഒരു 7 മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഒരു 11 സംഘങ്ങളോട് വന്നത്. ആ 11 സംഘത്തില് ഗോപിച്ചനുണ്ട്. ഗോപിച്ചനക്ക് കലോത്സവമായി കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവും. പിള്ളേരുടെ ഒരു ഇതാണ്. പിന്നെ ആ പ്രായമൊന്നും പുള്ളി നോക്കാറില്ല. ഏത് സമയത്ത് രാത്രി ആയാലും പകലായാലും പാതിരക്കായാലും ഏത് സമയത്തും ഞങ്ങളുടെ വണ്ടി കയറി വരും. അപ്പൊ ഇന്നും അങ്ങനെ 3 മണിക്ക് ചെന്ന് പുള്ളിയിലെടുത്ത് കോട്ടക്കിലെത്തി. ഒരു 7 മണി വഴി 7:15 ഭക്ഷണം കഴിച്ച് രാവിലെ ഭക്ഷണം കഴിച്ചു. 7:15 8 മണിക്ക് മുമ്പായിട്ട് മേക്കപ്പ് തുടങ്ങി. ആ മേക്കപ്പ് തുടങ്ങി ഏകദേശം ഒരു 10 പിള്ളേരും ഒരു 5-6 മേക്കപ്പ്മാരുണ്ട് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് വേഗം പോയും ചില ഹയർ സെക്കൻഡറി കൂടി ഉണ്ട്. അപ്പൊ നാളെ ഗോപിച്ചനൊക്കെ ഞങ്ങൾ അടുത്ത ബാച്ചിനെ കുറച്ച് വെച്ചത് ഇടുക്കി ജില്ലയിലായിരുന്നു. ഇടുക്കി ജില്ല നാളെ ജില്ലാ മത്സരമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ മത്സരമാണ്. ഇതൊക്കെ പോണ്ടാകും. എറണാകുളം ജില്ല തന്നെ കൈതാരം എന്ന് പറയും. കൈതാരം. അപ്പൊ അങ്ങനെ ഇവിടുന്ന് പ്രാക്ടീസ് മേക്കപ്പ് ആരംഭിച്ചു. ലാസ്റ്റ് കുട്ടിനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കാതെയാണ് പുള്ളിക്കൊരു അസ്വസ്ഥത തോന്നിയില്ല. എനിക്കൊരു ശ്വാസം മുട്ടുവാനുണ്ടാകുക ഒരു തടസ്സം വരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇരുത്തി കളിയും കൊടുത്ത് നമ്മൾക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ താഴെ മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു. സ്കൂൾ സംബന്ധമായ മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു. ആ ടീമിനെ വിളിച്ചു വരുത്തി. അങ്ങനെ അവർ വന്ന് നോക്കിയിട്ട് ഡോക്ടേഴ്സ് വന്നു. ഉടനെ സ്ട്രെച്ചർ എടുത്ത് ആളെ കയറ്റി മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ വിദ്യാർത്ഥികളെ ഇത്തവണ മാത്രമാണോ മേക്കപ്പ് ചെയ്തിരുന്നത്, അതോ മുമ്പ് മേക്കപ്പ് ചെയ്തിരുന്ന ഒരു ടീമാണ് സാർ തന്നെയാണോ? അതെ അതെ, എത്ര വർഷങ്ങളായിട്ട് ഇപ്പോ കലോത്സവത്തിൽ ചവിട്ടാൻ ഉൾപ്പെടുത്തിയ വർഷം തുടങ്ങി പുള്ളി നമ്മളെ കൂടെ ഉണ്ട്. ഈ വിജയമാതയില് പല മാറി വരുന്ന വർഷങ്ങളിലൊക്കെ ചവിട്ടുകാളത്തിന് മേക്കപ്പ് ഉണ്ടായിരുന്നു. ഈ പുള്ളി കഴിഞ്ഞ സബ് ജില്ല പുള്ളി തന്നെയാണ് ചെയ്തത്. പൊന്നാനി സബ് ജില്ലയിൽ പുള്ളി തന്നെയായിരുന്നു. വിദ്യാർത്ഥികൾ ഇതറിഞ്ഞപ്പോൾ അവരുടെ അല്ല, ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞില്ല. കാരണം അവർ തട്ടേക്ക് കയറി വരുമ്പോ അവർക്കൊരു സങ്കടം വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം കൂടെ ഇരുന്ന് മേക്കപ്പ് ചെയ്ത ഞങ്ങൾക്ക് ഒപ്പം മേക്കപ്പ് ചെയ്ത ആശാൻ ഞങ്ങളുടെ ഒപ്പം പോയില്ല എന്നുള്ള ആ ഒരു മൈൻഡ് പാടില്ല. ഞാൻ തട്ടയിൽ അവരുടെ ആദ്യത്തെ ക്ലസ്റ്ററിൽ 4ാമത്തെ കളി കഴിഞ്ഞതിന് ശേഷം തട്ടയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി അവരൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു. വിഷമത്തിൽ പങ്കുചേരുന്നു. നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളൊക്കെ കാലങ്ങളായിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ്. വിജയമാത നിങ്ങൾക്ക് സബ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് തന്നിരുന്നതാണ്. എന്താണ് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമമായെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ച് അങ്ങനെ കൂട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നോ? നന്നായി സംസാരിക്കുമായിരുന്നു. മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ മീശ വെക്കുമ്പോ നല്ല നേരമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുമായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷെ ഇതിന്റെ ഇടയിലൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണാൻ പോകുന്നുണ്ടോ? എന്തായാലും വിദ്യാർത്ഥികള് ഗോപി സാറിനെ കാണാൻ പോകുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങളായിട്ട് വിജയമാത സ്കൂളിൽ നിന്നും ചവിട്ട് നാടകത്തിന് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന അധ്യാപകമാരാണ് നമ്മളുടെ കൂടെ ഉള്ളത്. മാഷിന് ഒരുപാട് കാലങ്ങളായി ഒരുപക്ഷെ ടീച്ചേഴ്സിന് അറിയുന്നതായിരിക്കും. 2014 മുതല് കൂടെയുള്ള ആളാണ് കൈതാരം. ഇന്നാണ് ഇപ്പൊ പെട്ടെന്നാണ് മുന്നിലാണ് പുള്ളി ആകെ ടയേർഡായിട്ട്. അപ്പൊ തന്നെ നമ്മൾ ആ ട്രോമ കെയറിൽ അറിയിച്ച് അവര് വന്ന്
ആളെ കൊണ്ടുപോവുക ചെയ്തത്. പിന്നെയാണ് നമ്മൾ കുട്ടികളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അപ്പൊ അവരറിയുന്നത്. വിദ്യാർത്ഥികളെക്കാട്ടിലും ടീച്ചേഴ്സിനായിരിക്കും ആശാനെ കൂടുതൽ അറിയുന്നത്. വളരെ വളരെ ക്വയറ്റായിട്ട് നമുക്ക് കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാം. അതാണ് അവരുടെ ഒരു ടീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് അതിൽ ഇത്രയും മുതിർന്ന പെൺകുട്ടികളല്ലേ, പക്ഷെ നമുക്ക് വളരെ വിശ്വസത്തോടു കൂടിയിട്ട് ഏൽപ്പിച്ചു പോകാം. ഫേസ് ചെയ്താലേ പറ്റൂ. വിദ്യാർത്ഥികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആശാനായിരുന്നു എന്ന് തന്നെയാണ് അധ്യാപികമാരും പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.